മതവും രാഷ്ട്രീയവും കൂടിക്കുഴഞ്ഞു മറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ പലരും വിളിച്ചു പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതൊരു സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ചരിത്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ശരിക്കും പഠിക്കുകയാണെങ്കിൽ, പഠിച്ച് പിന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും ഇങ്ങനെ ഭിന്നിച്ച് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരെ ചൊവ്വേ കാണാൻ പറ്റും. അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. കുക്കു FM-ൽ അവൈലബിൾ ആയ A. ശ്രീധരമേനോന്റെ ഇന്ത്യ ചരിത്രം. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. ഇത് മാത്രമല്ല, നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അത് മാത്രമല്ല, വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ടുള്ള നമ്മുടെ വളരെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ നമ്മളോട് പലരും അത് വായിക്കണം കേട്ടോ, ഇത് വായിച്ചിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. വായന നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ സമയം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലേ. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ പുസ്തകങ്ങൾ വായിച്ചു തരുവാണ്, സിനിമാറ്റിക് എഫക്റ്റുകളൊക്കെ ഇട്ടിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസീഷ്യൻസ്, അവരൊക്കെ ഒരുമിച്ച് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ പറയുമ്പോഴുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കു FM അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 7 ദിവസത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1-2 ഫീച്ചേഴ്സ് എന്നല്ല, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും. അതിനുശേഷം ഈ പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും കുക്കു FM-ൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ UNNI50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതേ ലിങ്ക് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യുക. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമുക്കിനി സംസാരിക്കാനുള്ളത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെക്കുറിച്ചാണ്. ഷാരിസ് മുഹമ്മദ് തിരക്കഥയൊരുക്കി, ഡിജോ ജോസ് ആന്റണി സംവിധാനം നിർവഹിച്ച്, നിവിൻ പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന സിനിമ. ഈ സിനിമയുടെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് അത് ജേക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയാണ്. ഇന്നലെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജേക്സ് ബിജോയ് അയാളൊരു ഒരു മാജിക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന്. പാട്ടുകളുടെ കാര്യത്തിൽ എനിക്ക് അത്ര ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇത് വീണ്ടും കേൾക്കണമെന്നോ അങ്ങനൊരു തോന്നലുണ്ടായിട്ടില്ലെങ്കിലും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് ചില സീക്വൻസുകൾ, നമ്മളിങ്ങനെ ഒരു ഹൈ ഉണ്ടാവേണ്ട, നമ്മളെ ത്രില്ലടിപ്പിക്കേണ്ട അങ്ങനത്തെ ചില സീക്വൻസുകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമ ഇങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട്. ആ സീക്വൻസിനെ അങ്ങനെ പൊക്കിയെടുത്ത് നമ്മളിലേക്ക് ആ ഫീൽ എത്തിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത കാര്യം പെർഫോമൻസ് ആണ്. നിവിൻ പോളി ഓഫ് കോഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഉടനീളം. നിവിൻ്റെ ഒരു സേഫ് സോൺ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കഥാപാത്രമാണ് പുള്ളി. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിവിൻ പറയുന്നതുകൊണ്ട്, നിവിൻ ചെയ്യുന്നതുകൊണ്ട് എന്നുള്ള രീതിയിൽ ചില ഹ്യൂമർ സീക്വൻസുകൾ വർക്കാവുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരാൾ മഞ്ജു പിള്ളയാണ്. കുറച്ച് സീക്വൻസുകളേ ഉള്ളൂ, കുറച്ച് ഡയലോഗുകളേ ഉള്ളൂ. അതായത് അവർ പറയുന്ന ഡയലോഗിൽ നമുക്ക് ഹ്യൂമർ ഫീൽ ചെയ്യണം, പക്ഷേ അവർക്ക് ആശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അതിനെ ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ അങ്ങനെ കണക്ട് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. അതുപോലെ അവരുടെ ചില ആശങ്കകൾ, അവരുടെ ദേഷ്യപ്പെടലുകൾ, എനിക്ക് ശരിക്കും എൻ്റെ അമ്മയൊക്കെ ചില സീക്വൻസുകളിൽ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ചില ചീത്തവിളികളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ അനശ്വരയുടെ ക്യാരക്ടർ, ധ്യാൻ്റെ പെർഫോമൻസ് ചില സമയത്ത് എനിക്ക് ഒരു കാരിക്കേച്ചർ, അതായത് കുറച്ച് ഓവറായിട്ട് വരുന്നത് പോലെ തോന്നി. എനിക്ക് അത്ര ഒരു സംഭവമായിട്ട് തോന്നാത്ത ചില സീക്വൻസുകളുണ്ട്, ബട്ട് സ്റ്റിൽ ഓവറോൾ നന്നായിരുന്നു. സലിം കുമാർ, അങ്ങനെ ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ അവരുടെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഏറ്റവും അധികം എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു അതിലൊരു സ്പോയിലർ എലമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ക്യാരക്ടർ എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ പേര് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോഷണൽ പരിപാടികൾക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കള്ളം മലയാളി മോനെ എന്ന് വിളിക്കുന്ന ആ രൂപം, അയാളുടെ പെർഫോമൻസ്, അയാളുടെ ആ ക്യാരക്ടറിനോട് എനിക്ക് തോന്നിയ ഇഷ്ടം എന്ന് പറയുന്നത്, അയാൾ പറയുന്നൊരു പൊളിറ്റിക്കൽ ഒരു സാധനമുണ്ട്, അത് വൻ സംഭവമാണ്. അങ്ങനെ ഒരു അച്ഛൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സുഹൃത്തെന്ന് പറയുന്നത്, അങ്ങനെ ഒരു എല്ലാം കൊണ്ടും അയാളൊരു അടിപൊളിയാണ്. ആ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് അത്രയും നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ പേര് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. ഇനി പുള്ളി ബോളിവുഡിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ അറിയേണ്ടിയിരുന്നൊരു നടനാണ്, നിനക്കത് അറിയില്ലായിരുന്നോടാ എന്ന് ചോദിച്ച് വരരുത്. ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. അറിയാവുന്ന കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഉത്തരം വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പക്ഷേ പുള്ളി നൈസായിരുന്നു. പിന്നെ പറയേണ്ടത് ഹ്യൂമറാണ്. ഈ സിനിമയുടെ പ്രൊമോഷണൽ പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എലമെൻറ്റും അതാണ്. ധ്യാനും നിവിനും ഒക്കെ ഒരുമിച്ച് വരുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ഹ്യൂമർ പ്രതീക്ഷിക്കുമല്ലോ. ആ ഹ്യൂമർ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അത്യാവശ്യമൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വന്ന സീക്വൻസുകളുണ്ട്. 1-2 സീക്വൻസുകളിൽ ചിരിച്ചിട്ട് ഞാൻ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്റർ മൊത്തത്തിൽ എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ ഹ്യൂമർ വർക്കായി പോകുന്നുണ്ടായിരുന്നു. ദി ബെസ്റ്റ് ചിരിച്ച് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചിരി വരുന്ന
നല്ല രീതിയിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള രംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ പറയേണ്ടത് സിനിമയിൽ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് മതവും രാഷ്ട്രീയവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു ആംഗിളിൽ അവതരിപ്പിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ചെയ്ത കാര്യം അവർ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയലോഗ്സ്, ചില ഡയലോഗുകൾ ഹെവി ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. വിഷ്വൽസ് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് VFX ആണ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒരു മരപ്പട്ടിയെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മരപ്പട്ടിയെ VFX ചെയ്തേക്കുന്നത് ഗംഭീരമായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലും VFX പരിപാടികൾ ചെയ്യുന്ന എലിയൊക്കെ വെച്ച് അവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ VFX ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് അതൊരു ചെറിയ VFX പരിപാടിയിൽ അത് അത്രയും മതി എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അതിനൊരു പെർഫെക്ഷൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ VFX ചെയ്യുന്ന ഏജൻസിയെ കൊണ്ട് അവർ നന്നായിട്ട് ചെയ്യിക്കുന്നത്. അത് വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വിഷ്വൽ പരിപാടികളൊക്കെ നന്നായി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സമീപകാലത്ത് ഇറങ്ങിയ ഒരുപാട് ആഘോഷിച്ച ഒരു സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസിലേക്ക് സിനിമ ലാൻഡ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതെനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിനിമയേക്കാൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. അവർ ഹ്യൂമറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളെങ്കിലും അതെനിക്ക് കുറേ കൂടി കൺവിൻസിങ് ആയത് ഈ സിനിമയിലാണ്. അതേതാണ് എന്താണെന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് സിനിമ കാണുമ്പോൾ ആ ഒരു ത്രില്ലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവ്, സിനിമ വല്ലാണ്ട് നീളം കൂടിയതുപോലെ എനിക്ക് തോന്നി. ലാഗ് അടിച്ച് ബോറടിച്ച് അങ്ങനെയല്ല പറയുന്നത്, പക്ഷേ ചില സീക്വൻസുകൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്ത് വരുന്നൊരു പ്രസംഗം പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഫീല്. മാത്രമല്ല ഈ സിനിമയുടെ തുടക്കത്തിൽ അവർ കാണിക്കുന്ന ഒരു വിഷ്വൽ, അത് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഓൾമോസ്റ്റ് സിനിമയുടെ ഒരു പകുതി കഴിയുമ്പോൾ, ഇൻ്റർവെൽ കഴിഞ്ഞ് കുറച്ച് സീക്വൻസും കൂടി കഴിയുമ്പോൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഊഹിച്ചെടുക്കാവുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷവും ഇതിങ്ങനെ നീണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലെങ്ത് കൂടുതൽ ഫീൽ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി സാർ, നിങ്ങൾ അടുത്ത പരിപാടി പറയൂ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന അങ്ങനെ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ ഹ്യൂമറും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ഒരു ദൂരെ കൂടുതൽ ക്ലൈമാക്സിലേക്ക് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സ്, മതവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് അവർ പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സാധാ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ലെയറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി. വളരെ തിന്നായിട്ടുള്ളൊരു ലെയറിലാണ് അവർ ആ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. മതവും രാഷ്ട്രീയവും ഇഴചേർന്ന് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതുപോലെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ, മതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ ഇന്ന മതം എന്ന് പറഞ്ഞാൽ അവർ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇൻ ഡെപ്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു സാധാരണ ഫേസ്ബുക്ക് പ്രതികരണ തൊഴിലാളി പറയാവുന്ന കാര്യങ്ങൾ, ഡയലോഗുകൾ, അല്ലെങ്കിൽ അത്തരം പല പോസ്റ്റുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ സിനിമയിലും ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വളരുന്നില്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളുമായിട്ട് നമുക്ക് വല്ലാണ്ടങ്ങ് കണക്ഷൻ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ബോളിവുഡിൽ ബൈജാൻ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണക്റ്റ് ആവും. ഇതാണ് ഇതിലേക്ക് വരാൻ പോകുന്ന ക്ലൈമാക്സ് സീനൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് പറയുമ്പോൾ ചില ക്രിഞ്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ഓഗസ്റ്റ് 15 വരുമ്പോൾ, ചിലപ്പോൾ ജനുവരി 26 വരുന്ന സമയത്തൊക്കെ ഈ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സഹോദരന്മാർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത ചിഹ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റുന്നതൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അത്തരം ചില ക്രിഞ്ച് പോസ്റ്റുകൾ. അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് സീക്വൻസുകൾ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അവരതിനെ ഓവർകം ചെയ്യുന്നത് മ്യൂസിക് പരിപാടി വെച്ചിട്ടാണ്. ആ മ്യൂസിക് പരിപാടിയിൽ അതങ്ങനെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടെങ്കിലും പിന്നെ ആലോചിക്കുമ്പോൾ ഇത് തന്നെ ഉള്ളല്ലോ, ഇതിനപ്പുറത്തേക്ക് അവരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻ്റെ പരിപാടികളിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് മലയാളത്തിലല്ലാതെ അല്ലെങ്കിൽ മലയാളിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ലെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിട്ട് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റൊരു ഭാഷയിലേക്ക് ഡബ് ചെയ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഇതുപോലെ എടുത്ത് തമിഴിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഡബ് ചെയ്യേണ്ട, മൊത്തം റീമേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും. കന്നഡയാക്കണോ തെലുങ്ക് ആക്കണോ, അവിടെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മലയാളിക്ക് മാത്രം മനസ്സിലാവുന്ന, മലയാളിയോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സെൽഫ് തള്ളുകളുണ്ട് മലയാളികളുടെ, മലയാളി പൊളിയാണ്, മലയാളിയെ പോലെ മറ്റാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി നല്ല രീതിയിലെത്തി ആ നാടിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ആളുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഉണ്ട്. പിന്നെ ബേസിക് മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ മലയാളിക്ക് മാത്രമുള്ള എന്തോ പോലെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന നെഗറ്റീവുകൾ സിനിമ കാണാതിരിക്കാനുള്ള ഒരു കാരണമൊന്നുമല്ല. നമ്മൾ കുറച്ച് ഇൻഡെപ്ത് ചിന്തിക്കുന്നതുകൊണ്ടും വേറെ ഒരുപാട് സിനിമകൾ കാണുന്നതുകൊണ്ടും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ആകെ മൊത്തത്തിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം രസമുള്ള സിനിമാ അനുഭവം. ഇൻഡെപ്ത് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്നൊരു ഡയലോഗ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ അത് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ഒരു ആർജവം ഉണ്ടല്ലോ, അയ്യോ ഗംഭീര പോസ്റ്റ്, നമ്മുടെ ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ആ ഒരു
ഫീലിൽ ഒരു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയേക്കും. ഇനി ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടായിരിക്കും, ചിലപ്പോൾ ഇതിനോട് സിമിലറും ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സിനിമ കണ്ട ആളാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുമോ. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.